തുടർച്ചയായ ഗതാഗത നിയമം ലംഘിച്ചിട്ടും നടപടിയെടുക്കാതെ MVD കഴിഞ്ഞ ദിവസം കോഴിക്കോട് കള്ളൻതോട് കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും പിടിച്ചെടുത്തത് മതിയായ രേഖകളില്ലാത്ത ബൈക്കുകളാണ്. അഭിനയുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിന, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് വിദ്യാർത്ഥികൾ നിയമലംഘനം നടത്തി ഹെൽമറ്റ് പോലും ഇല്ലാതെയാണ് ബൈക്കും സ്കൂട്ടറിലും ഒക്കെ പോകുന്നത്. ഇത് MVDയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഒരു നടപടി ഇല്ലാതിരുന്നത്? തീർച്ചയായും ഹരിത, ഇത് ഏറ്റവും കൂടുതൽ സംശയാസ്പദമായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കള്ളന്തോട് സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ തന്നെയാണ്. ഈ 3 വിദ്യാർത്ഥികളും ഈ കോളേജിൽ നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്നത് അശ്രദ്ധമായിട്ടാണ് ഈ വാഹനം ഓടിക്കുന്നത്. ഈ ഒരു വീഡിയോ കൃത്യമായി MVDയുടെ മുൻപിലും, അതുകൂടാതെ തന്നെ ഈ പെൺകുട്ടികളും അതുകൂടാതെ മറ്റ് 2 ആൺകുട്ടികളും ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ഒരു ദൃശ്യം കൺമുൻപിൽ നിന്ന് തന്നെ MVD കണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ അടക്കം MVDക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ട് പോലും കൃത്യമായി പറഞ്ഞാൽ ഒരു നടപടിയും MVDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേ കോളേജിലെ, അതായത് കള്ളന്തോടിലെ പ്രമുഖ ഒരു കോളേജിലെ കഴിഞ്ഞ ദിവസം വലിയൊരു സംഘർഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഘർഷത്തിൽ ഒരു രേഖയും ഇല്ലാത്ത ബൈക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതും വിദ്യാർത്ഥികളുടെ ബൈക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MVDയുടെ ഭാഗത്ത് നിന്നും വലിയൊരു അലംഭാവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയധികം ഈ ഒരു വിദ്യാർത്ഥികൾ ഗതാഗത നിയമം തെറ്റിക്കുന്നു, അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള രേഖകളില്ലാത്ത ബൈക്കുകൾ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു നടപടി എടുക്കാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഈ ഒരു സംഭവം വിദ്യാർത്ഥികളെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു കള്ളന്തോട് പ്രദേശത്ത്, കള്ളന്തോട് അതുപോലെ തന്നെ കട്ടാങ്ങൽ, താഴെ കട്ടാങ്ങൽ, ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മണാശ്ശേരി ഭാഗത്തു നിന്ന് മുക്കം ഭാഗത്തേക്കും വരുന്ന നിരവധി വാഹനങ്ങളുണ്ട്. ഒരു പക്ഷേ ആശുപത്രികളിലേക്ക് പോകുന്ന വാഹനങ്ങൾ, അതുകൂടാതെ തന്നെ ആശുപത്രിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക്, വീടുകളിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ടാവും. ഇത്തരത്തിൽ തിരക്ക് പിടിച്ച രീതിയിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ആ ഒരു രീതിയിലേക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഗതാഗത നിയമ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് പോലെ ശ്രദ്ധിക്കാതെ ഈ വാഹനങ്ങൾ പെട്ടെന്ന് മറുവശത്തേക്ക് കൊണ്ടുപോകുന്നത് വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും, അതുപോലെ തന്നെ ഈ താഴെ കട്ടാങ്ങൽ എത്തുന്നതിന് മുൻപുള്ള വളവുകൾ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള വളവുകളാണ്. ഈ വളവുകളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പോലും പതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയെടുക്കാതെ MVD എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഹരിത.